23-ാം തീയതി വരെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ലിസ്റ്റിനെ കുറിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഇവർ വിമതർക്കെതിരെ വർഗവഞ്ചകനെന്ന് കുത്തി പ്രചാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു കൃത്യമായി നടക്കാൻ പോകുന്ന പരിപാടി എന്തായിരിക്കും? ഈ മൈഗ്രേഷൻ ഓഫ് വോട്ടേഴ്സ് ആയിരിക്കും. അതിനെക്കുറിച്ച് ഇവിടെയുള്ള LDFും UDFും എത്രത്തോളം അതിൽ കൺസേൺഡാണ്, അതിലെത്രത്തോളം വിജിലൻ്റാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി എത്രത്തോളം അതിൽ ശ്രദ്ധാലുക്കളാണെന്നുള്ളതാണ് എൻ്റെ ഒരു കൺസേൺ. 23-ാം തീയതിയാണ് നോമിനേഷൻ കൊടുക്കേണ്ട അവസാന തീയതി. 23-ാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുകയും ചെയ്യാം. SIR വന്നു, SIR വലിയ കുഴപ്പമൊന്നുമില്ലാതെ പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ അംഗീകരിച്ചു. പക്ഷെ ഇപ്പോഴും സൈഫു നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 23-ാം തീയതി വരെ പേര് ചേർക്കാം, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാം. ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ആരുടെയൊക്കെ പേരുകളാണ് എവിടെയൊക്കെയാണ് ചേർക്കപ്പെടുന്നത്? ഇത് വളരെ വളരെ നിർണായകമാണ്. കാരണം ഞങ്ങൾ കശ്മീരിൽ നിന്നും ആളുകളെ കൊണ്ടുവന്ന് ചേർക്കും എന്ന് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചേർക്കപ്പെട്ട പേരുകൾ, അതിൻ്റെ മൊത്തം ലിസ്റ്റ് നമുക്ക് കിട്ടില്ല. ബൂത്ത് ലെവൽ ലിസ്റ്റ് രാഷ്ട്രീയ പാർട്ടികൾ കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു മണ്ഡലത്തിൽ ആരൊക്കെ ഏതൊക്കെ അളവിൽ എവിടെയൊക്കെ ചേർക്കപ്പെട്ടു, ഇവരൊക്കെ ആര് എന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് പരിശോധിക്കാനുള്ള സമയം പോലും ഇല്ല. ഇനി പരിശോധിച്ചാൽ തന്നെ ഇലക്ഷൻ കമ്മീഷൻ എന്താണ് നിലപാടെടുക്കുക? തൃശ്ശൂരിൽ നമ്മൾ കണ്ടതാണ്. ലിസ്റ്റിൽ വന്നില്ലേ, ലിസ്റ്റിൽ വന്നവർ വോട്ട് ചെയ്യട്ടെ. കമ്മീഷൻ അതിലൊന്നും ചെയ്യില്ല, കോടതിയിൽ പോയാലൊന്നും ചെയ്യില്ല. അപ്പോൾ കശ്മീരിൽ നിന്ന് വന്ന ആളുകൾ ഒരു വാടക ചീട്ട് മതി. ഒരു വാടക ചീട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇലക്ടറൽ ലിസ്റ്റിൽ കയറിക്കൂടാം. അങ്ങനെ കയറിക്കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ ബി ജെ പിക്കാരാണ് പറഞ്ഞത് ഞങ്ങൾ കാശ്മീരിൽ നിന്ന് വരെ കൊണ്ടുവരും എന്നുള്ളത്. അപ്പോൾ അവർ ജയിക്കാൻ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ ചുമ്മാ വേസ്റ്റായി പോകുന്ന വോട്ടുകൾ അവർ A ക്ലാസ് എന്ന് കരുതുന്ന ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് കാണുന്ന മണ്ഡലത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക. ഇതാണ് ഇവരുടെ ഇലക്ഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. 23-ാം തീയതി വരെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ലിസ്റ്റിനെ കുറിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഇവർ വിമതർക്കെതിരെ വർഗവഞ്ചകനെന്ന് കുത്തി പ്രചാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു കൃത്യമായി നടക്കാൻ പോകുന്ന പരിപാടി എന്തായിരിക്കും? ഈ മൈഗ്രേഷൻ ഓഫ് വോട്ടേഴ്സ് ആയിരിക്കും. അതിനെക്കുറിച്ച് ഇവിടെയുള്ള LDFും UDFും എത്രത്തോളം അതിൽ കൺസേൺഡാണ്, അതിലെത്രത്തോളം വിജിലൻ്റാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി എത്രത്തോളം അതിൽ ശ്രദ്ധാലുക്കളാണെന്നുള്ളതാണ് എൻ്റെ ഒരു കൺസേൺ.